മുൻപരിചയമില്ലാത്തവരുമായി അധികം ഇടപഴകാത്തവരാണ് മണി ചെയിൻ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന കണ്ണികൾ. അതുകൊണ്ട് തന്നെ ടൈക്കൂൺ എംപയറിന്റെ റീജിയണൽ മാനേജർ എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുമായി സംസാരിക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്തുന്ന സംഘമാണെന്ന് വിശ്വസിപ്പിച്ചപ്പോഴാണ് കക്ഷി സംസാരിക്കാൻ തയ്യാറായത്. 10 ലക്ഷം രൂപ നിക്ഷേപിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരിൽ കാണാമെന്നേറ്റു. കോട്ടക്കലിലെ ഒരു ഹോട്ടലിൽ കാണാമെന്നേറ്റ ഇയാൾ കൂടിക്കാഴ്ചയ്ക്ക് സമയമായപ്പോൾ ദേശീയപാതയിൽ പുത്തനത്താണിക്ക് സമീപമെത്താൻ പറഞ്ഞു. ആഡംബര കാറിനകത്തിരുന്നാണ് ഇക്ബാൽ എന്ന് പരിചയപ്പെടുത്തിയ ഇയാൾ കമ്പനിയെക്കുറിച്ച് സംസാരിച്ചത്. 10 കമ്പനികളുടെ ഗ്രൂപ്പാണ്. അപ്പൊ നമുക്കിവിടെ പൈസ കൊടുക്കാൻ നമുക്കിവിടെ 10,000 മുതൽ 2.5 ലക്ഷം വരെയാണ് മാക്സിമം ഒരാൾക്ക് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈക്കൂൺ എംപയർ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ പേരിൽ ഡീൽ എടുത്താൽ മതി. അപ്പൊ 1 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ 10,000 വെച്ച് 36 മാസം. അപ്പൊ 3 കൊല്ലം കൊണ്ട് 3,60,000 രൂപ. ഇതാണ് നമുക്ക് ടോട്ടൽ കമ്പനി തരേണ്ടത്. ആദായ നികുതി വകുപ്പ് അടക്കമുള്ള വിവിധ മന്ത്രാലയങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ കാണിച്ചാണ് ഇവർ ഇരകളെ വീഴ്ത്തുന്നത്. സംസ്ഥാനത്ത് നിന്ന് മാത്രം ഇതുവരെ 150 കോടിയോളം രൂപ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇയാൾ അവകാശപ്പെട്ടു. അധ്യാപകരും പോലീസുകാരുമാണത്രേ നിക്ഷേപകരിൽ അധികവും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റുകളാണ്. ഇത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസുകളാണ്. ടൈക്കൂൺ എംപയർ എന്നുള്ള കമ്പനി 10 കോടി ഗവൺമെന്റിൽ കെട്ടിവെച്ചിട്ട് കമ്പനി തുടങ്ങി. മലപ്പുറം സ്വദേശിയാണെന്ന് പറഞ്ഞ ഇയാൾ വീടും സ്ഥലവും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. 1 ലക്ഷത്തില് 6 മാസം കിട്ടിയ 36,000 കിട്ടി. ബാക്കിയുള്ള പൈസ ഞാൻ തരും. നിങ്ങൾ തരുമോ? ഉറപ്പാ. അങ്ങനെ ആക്കാം. ആയിക്കോട്ടെ. നിങ്ങളെ വീടോടെ അഗ്രിമെന്റ് ചെയ്താ പോലെ. നിങ്ങളെ വീട് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലൊന്നിരിക്കാലോ നമുക്ക് രാവിലെ തൊട്ടിട്ട്. നിങ്ങളാണ് പറയലാണ് സംഭവിക്കാതിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അബൂബക്കർ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ഇതിനു മുമ്പ് ഇതേപോലെ 2 തട്ടിപ്പു കമ്പനികൾക്കു വേണ്ടി ഇയാൾ നിക്ഷേപകരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. പല കാലങ്ങളിൽ പല പേരുകളിൽ വരുന്ന നിക്ഷേപ തട്ടിപ്പുകൾക്ക് പിന്നിലെല്ലാം ഒരേ സംഘങ്ങളാണെന്നതാണ് വസ്തുത. ഓരോ തട്ടിപ്പും പുറത്താകുമ്പോഴേക്കും ഇവർ പുതിയ പേരിൽ അടുത്ത തട്ടിപ്പിന് തുടക്കമിട്ടിരിക്കും. പോലീസ് അന്വേഷണം തകൃതിയായി നടക്കുമ്പോഴേക്കും പരമാവധി ഇരകളെ വലയിൽ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ടൈക്കൂൺ എംപയറിന്റെ ഏജന്റുമാർ. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ പ്രതീഷിനൊപ്പം അഷ്റഫ് വാളൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.